പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സെക്കൻഡ് സെമസ്റ്റർ BBA വിദ്യാർത്ഥികളുടെ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് എക്കണോമിക്സ് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷൻ നടത്തുകയാണ്. ഇതിൽ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ പറയുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്കും ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. 6 മാർക്സിന്റെയും 10 മാർക്സിന്റെയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. മൊഡ്യൂൾ 1 ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിൽ നിന്നും എക്സ്പ്ലെയിൻ ദ നാച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ബിസിനസ് എൻവയോൺമെന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ നാച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. എക്സ്പ്ലെയിൻ ഡിറ്റർമിനൻസ് ഓഫ് ദ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ. ഇതിൽ ആദ്യത്തെ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരും. ഓക്കെ, ഈ മൊഡ്യൂൾ 2 ബാക്ക്ഗ്രൗണ്ട് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ മൊഡ്യൂൾ 3 പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ മൊണോപ്പൊളി അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒളിഗോപ്പൊളി, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റ് കോമ്പിനേഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എസ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റ് അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ഇനി മൊഡ്യൂൾ 4 നിന്നും ബിസിനസ് ഇൻ ദ ഫാക്ടർ മാർക്കറ്റിൽ ഡിറ്റർമിനൻസ് ഓഫ് വേജ് അണ്ടർ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ലേബർ മാർക്കറ്റ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ മാർക്കറ്റ്, ഫേംസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.